ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ ക്ലാസ് പഠിച്ചെല്ലാവരും? അലീന ആന്റി ഹൈപ്പർടെൻസീവ് ഏജൻസ് പറ. ഡെഫിനിഷൻ പറ. ഓക്കെ, ഹുസ്ന ഹൈപ്പർടെൻഷൻ ഡെഫിനിഷൻ പറ. ഓക്കെ, റിസാന, വാട്ട് ആർ ദ കോസസ്? ഓക്കെ, ഓക്കെ, ഗുഡ്. ഷംന, what are the symptoms? Okay, Sedlia, what are the types of hypertension? Okay, good. Shihana, what are the classification of antihypertensive agents? Okay. Angiotensin. Nifedipine. Amlodipine. Furosemide. Therapy. Prazosin. Prazosin. എനിക്ക് പ്രൊണൗൺസിയേഷൻ പഠിക്കാം. അടുത്ത പറ. മെറ്റാപ്രലോള്. ലാബറ്റൽ. ക്ലോനിഡിനെ. ഹൈഡ്രോളൈസ്. ഓക്കെ. സോന, what are the side effects? Okay. Anuja, what are the contraindications? Bilateral. Okay. Shemina, Shemina,
Nishana, what is the mechanism? Okay, good. Okay, അപ്പോൾ നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അടുത്ത ടോപ്പിക് ആന്റി അരിത്തമിക് ഏജൻസ്. ആന്റി അരിത്തമിക് ഏജൻസ്. ഓക്കെ, ഡെഫിനിഷൻ നോക്കാം. ആന്റി അരിത്തമിക് ഏജൻസ് ഓൾസോ നോൺ ആസ് cardiac dysrhythmia medications are a group of drugs that are used to suppress abnormal rhythms of the heart. ഒന്നുകൂടി പറയാം. ആന്റി അരിത്തമിക് ഏജൻസ് ഓൾസോ നോൺ ആസ് കാർഡിയാക് ഡിസ്റിഥമിയ മെഡിക്കേഷൻസ്. അതായത് ആന്റി അരിത്തമിക് ഏജൻസിനെ തന്നെയാണ് കാർഡിയാക് ഡിസ്റിഥമിയ മെഡിക്കേഷൻ എന്നും പറയുന്നത്. ആർ എ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു സപ്രസ് അബ്നോർമൽ റിതംസ് ഓഫ് ദ ഹാർട്ട്. ഇത് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ്. ഇത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർട്ടിലെ അബ്നോർമൽ ആയിട്ടുള്ള റിതംസിനെ സപ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അതായത് റിതംസിൽ ഹാർട്ട് ബീറ്റ്സിൽ വേരിയേഷൻ വരുമ്പോൾ അതിനെ സപ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡ്രഗ് ആണ് ആന്റി അരിത്തമിക് ഏജൻസ് അല്ലെങ്കിൽ കാർഡിയാക് ഡിസ്റിഥമിയ മെഡിക്കേഷൻ. എന്നുകൂടി പറയാം. ആന്റി അരിത്തമിക് ഏജൻസ് ഓൾസോ നോൺ ആസ് കാർഡിയാക് ഡിസ്റിഥമിയ മെഡിക്കേഷൻ. അതായത് ആന്റി അരിത്തമിക് ഏജൻസിനെ തന്നെയാണ് കാർഡിയാക് ഡിസ്റിഥമിയ മെഡിക്കേഷൻ എന്ന് പറയുന്നത്. ആർ എ ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ദാറ്റ് ആർ യൂസ്ഡ് ടു സപ്രസ് അബ്നോർമൽ റിതംസ് ഓഫ് ദ ഹാർട്ട്. അതായത് ഇത് ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ്. ഇത് യൂസ് ചെയ്യുന്നത് ഹാർട്ടിലെ അബ്നോർമൽ റിതംസിനെ സപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, നെക്സ്റ്റ് സബ് ഹെഡിങ് കൊടുക്കുക അറിത്തിമിയ. എന്താ അറിത്തിമിയ നോക്കാം. അറിത്തിമിയ എന്ന് കൊടുക്കാം. ഓക്കെ, അറിത്തിമിയ എന്ന് പറഞ്ഞാൽ ഇറഗുലർ ഹാർട്ട് ബീറ്റ് ആണ്. ഇറഗുലർ ഹാർട്ട് ബീറ്റ് അണ്ടർലൈൻ ചെയ്തിട്ട് ഇറഗുലർ ഹാർട്ട് ബീറ്റ് മീൻസ് ഹാർട്ട് ബീറ്റിൽ ഉണ്ടാകുന്ന വേരിയേഷനെയാണ് അറിത്തിമിയ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സബ് ഹെഡിങ് കൊടുക്കുക സിംറ്റംസ്. സിംറ്റംസ് ലക്ഷണങ്ങൾ നോക്കാം. In that first one dizziness, second one palpitations, third one diaphoresis, next one chest pain, next one shortness of breath, next one decreased urine output, next one swelling of the extremities. അതായത് അറിത്തിമിയന്റെ ലക്ഷണങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ ഡിസിനസ്, മയക്കം ഉണ്ടാകും. ദെൻ പാൽപിറ്റേഷൻസ്, കിതപ്പൊക്കെ ഉണ്ടാകും. ദെൻ ഡയാഫറസിസ്, ഡയാഫറസിസ് എന്നാൽ വിയർപ്പ്, വിയർപ്പുണ്ടാകും. ദെൻ ചെസ്റ്റ് പെയിൻ മീൻസ് നെഞ്ചുവേദന ഉണ്ടാകും. ദെൻ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത് മീൻസ് ബ്രീത്തിങ് കുറയും. ദെൻ ഡിക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട്, യൂറിൻ ഔട്ട്പുട്ടും കുറയും. ദെൻ സ്വെല്ലിംഗ് ഓഫ് ദ എക്സ്ട്രിമിറ്റീസ്. എക്സ്ട്രിമിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് യു മീൻ ബൈ എക്സ്ട്രിമിറ്റീസ്? എനിവൺ? ആരെങ്കിലും പറ, എക്സ്ട്രിമിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? Give answer. ആർക്കും അറിയില്ല എക്സ്ട്രിമിറ്റീസ് എന്ന് പറഞ്ഞാൽ? കഴിഞ്ഞ വർഷം അനാട്ടമിയിൽ പഠിച്ചതാണ്. ഓക്കെ, എക്സ്ട്രിമിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈകളെയും കാലുകളെയാണ് എക്സ്ട്രിമിറ്റീസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പർ എക്സ്ട്രിമിറ്റീസ്, ലോവർ എക്സ്ട്രിമിറ്റീസ് എന്നൊക്കെ പറഞ്ഞ് പഠിച്ചായിരുന്നു. ആർക്കെല്ലാം ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇപ്പൊ ഓർമ്മ വന്നു. ഓക്കെ, അപ്പൊ അനാട്ടമി നിങ്ങൾ പഠിച്ചിട്ടില്ല. ഓക്കെ, സെല്ലിംഗ് ഓഫ് ദ എക്സ്ട്രിമിറ്റീസ്. സെല്ലിംഗ് ഓഫ് ദ എക്സ്ട്രിമിറ്റീസ് എന്നാൽ കൈകൾക്കും കാലുകൾക്കും നീരുണ്ടാവും എന്നുള്ള അർത്ഥം. ഓക്കെ, ഒന്നുകൂടി പറയാം. സിംറ്റംസ്: ഫസ്റ്റ് വൺ ഡിസിനസ്, സെക്കൻഡ് വൺ പാൽപിറ്റേഷൻ, തേർഡ് വൺ ഡയാഫറസിസ്, ദെൻ ചെസ്റ്റ് പെയിൻ, ദെൻ ഷോർട്ട്നെസ് ഓഫ് ബ്രീത്ത്, ദെൻ ഡിക്രീസ്ഡ് യൂറിൻ ഔട്ട്പുട്ട്, ദെൻ സെല്ലിംഗ് ഓഫ് ദ എക്സ്ട്രിമിറ്റീസ്. അതായത് കൈകൾക്കും കാലുകൾക്കൊക്കെ നീര് വരിക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഓക്കെ, നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ഡിസ്റിഥമിയാസ്. അടുത്ത ഹെഡിങ് കൊടുക്കുക ടൈപ്സ് ഓഫ് ഡിസ്റിഥമിയാസ്. Okay, in that first one, rhythm originating in SA node. Rhythms originating in
SA നോഡ്. SA നോഡ് എന്ന് പറഞ്ഞാൽ സൈനോ ഏട്രിയൽ നോഡ്. SA നോഡ് ഒക്കെ കഴിഞ്ഞ വർഷം കാർഡിയാക് സിസ്റ്റത്തിൽ കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ പഠിച്ചതാണ്, ഹാർട്ടിൽ പഠിച്ചതാണ്. ഓക്കെ ഓക്കെ ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ റിതംസ് ഒറിജിനേറ്റിംഗ് ഇൻ SA നോഡ്. അതായത് SA നോഡിൽ നിന്നുള്ള റിതം മീൻസ് SA നോഡിലെ അവിടെയുള്ള ബീറ്റ്സിൽ എന്ത് വേരിയേഷൻ ഒക്കെ വരുന്നത് എന്നുള്ളത്. അതാണ് ഒന്നാമത്തെ ടൈപ്സിൽ വരുന്നത്. ഒന്നാമത്തെ ടൈപ്പിൽ 3 പോയിന്റ്സ് വരുന്നുണ്ട്. മീൻസ് അവിടെ ഉണ്ടാകുന്ന കണ്ടീഷൻസ് ആണ് പറയുന്നത്. ജസ്റ്റ് ആ കണ്ടീഷൻസ് നോട്ട് ചെയ്താൽ വെച്ചാൽ മതി, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണ്ട. ഓക്കെ മെയിൻ ഹെഡിങ് റിതം ഒറിജിനേറ്റിംഗ് ഇൻ SA നോഡ്. ഓക്കെ അതിൽ വരുന്ന SA നോഡിൽ വരുന്ന വ്യതിയാനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതാണ് 3 പോയിന്റ്സ് ആയിട്ട് പറയുന്നത്. ദാറ്റ് ഫസ്റ്റ് വേരിയേഷൻ സൈനസ് ബ്രഡികാർഡിയ. ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ജസ്റ്റ് പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ ഒന്നാമത്തെ പോയിന്റ് സൈനസ് ബ്രഡികാർഡിയ. സൈനസ് ബ്രഡികാർഡിയ. രണ്ടാമത്തെ പോയിന്റ് സൈനസ് ടെക്കികാർഡിയ. സൈനസ് ടെക്കികാർഡിയ. മൂന്നാമത്തെ പോയിന്റ് സൈനസ് അറസ്റ്റ്. മൂന്നാമത്തത് സൈനസ് അറസ്റ്റ്. ഈ 3 വേരിയേഷൻ ആണ് SA നോഡിലുള്ള റിതത്തിൽ ഉണ്ടാകുന്നത്. ഈ 3 വേരിയേഷൻസ് ആണ് SA നോഡിൽ നിന്ന് ഒറിജിനേറ്റ് ആകുന്ന അല്ലെങ്കിൽ SA നോഡിൽ നിന്ന് ഉത്ഭവിക്കുന്ന റിതത്തിൽ വരുന്ന വേരിയേഷൻസ്. ഈ 3 കണ്ടീഷൻസ് ആയിരിക്കും. ഓക്കെ ഒന്നുകൂടി പറയാം. ഒന്നാമത്തെ ടൈപ്പ് റിതംസ് ഒറിജിനേറ്റിംഗ് ഇൻ SA നോഡ്. അതായത് അർത്തിമിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾറെഡി പറഞ്ഞു, ഹാർട്ട് ബീറ്റിൽ ഉണ്ടാകുന്ന ഇറഗുലർ ഹാർട്ട് ബീറ്റിനാണ് അർത്തിമിയ എന്ന് പറയുന്നത്. അപ്പം ആ ഹാർട്ട് ബീറ്റ്സ് എവിടെ നിന്നെല്ലാം ഒറിജിനേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വേരിയേഷൻസ് ആണ് പറയുന്നത് ഈ ടൈപ്സിൽ. അതിൽ ഒന്നാമത്തെ ടൈപ്പാണ് റിതംസ് ഒറിജിനേറ്റിംഗ് ഇൻ SA നോഡ്. അതായത് SA നോഡിൽ നിന്നുള്ള ഉത്ഭവിക്കുന്ന റിതം. ഓക്കെ അവിടെ വരുന്ന വേരിയേഷൻസ് ആണ് 3 പോയിന്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ വേരിയേഷൻ സൈനസ് ടെക്കികാർഡിയ, രണ്ടാമത്തെ വേരിയേഷൻ സൈനസ് ബ്രഡികാർഡിയ, മൂന്നാമത്തെ സൈനസ് അറസ്റ്റ്. സൈനസ് ബ്രഡികാർഡിയ, സൈനസ് ടെക്കികാർഡിയ, സൈനസ് അറസ്റ്റ്. ക്ലിയർ ആയോ? ഓക്കെ ഇനി രണ്ടാമത്തെ ടൈപ്പ് ആണ് പറയുന്നത്. രണ്ടാമത്തെ ടൈപ്പ് റിതം ഒറിജിനേറ്റിംഗ് ഇൻ ഏട്രിയ. റിതം ഒറിജിനേറ്റിംഗ് ഇൻ ഏട്രിയ മീൻസ് ഏട്രിയം. ഓക്കെ റിതം ഒറിജിനേറ്റിംഗ് ഇൻ ഏട്രിയ അതായത് ഏട്രിയത്തിൽ നിന്നുള്ള റിതത്തിൽ വരുന്ന മീൻസ് അവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന റിതത്തിൽ വരുന്ന വേരിയേഷൻസ് ആണ്. ഓക്കെ ആ വേരിയേഷൻസ് ആണ് ഇനി താഴെ പറയുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഏട്രിയൽ ഫ്ലട്ടർ. ഏട്രിയൽ ഫ്ലട്ടർ. നിങ്ങൾ ജസ്റ്റ് ഈ പോയിന്റ്സ് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിനെ കുറിച്ച് അറിയണമെങ്കിൽ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണ്ട, നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ ടൈപ്സ് ജസ്റ്റ് നോക്കിയാൽ മതി. ഓക്കെ ഇനി അറിയണമെന്ന് ആകാംക്ഷ ഉണ്ടെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ ഒന്നാമത്തെ പോയിന്റ് ഏട്രിയൽ ഫ്ലട്ടർ. ഏട്രിയൽ ഫ്ലട്ടർ. രണ്ടാമത്തത് ഏട്രിയൽ ഫൈബ്രിലേഷൻ. ഏട്രിയൽ ഫിബ്രിലേഷൻ. ഏട്രിയൽ ഫ്ലട്ടർ, ഏട്രിയൽ ഫിബ്രിലേഷൻ. then premature atrial contraction. മൂന്നാമത്തത് premature atrial contraction. then last one paroxysmal supraventricular tachycardia. paroxysmal supraventricular tachycardia. എന്നോട് പറയാം rhythm originating in artery ആണ്. അതിലെ വേരിയേഷൻസ് ആണ് പറയുന്നത്. കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ അതായത് രണ്ടാമത്തെ ടൈപ്പ് റിതം ഒറിജിനേറ്റിംഗ് ഇൻ ഏട്രി ആണ്. ഏട്രിയിൽ നിന്നുള്ള റിതത്തിൽ വരുന്ന വേരിയേഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തത് ഏട്രിയൽ ഫ്ലട്ടർ, രണ്ടാമത്തത് ഏട്രിയൽ ഫിബ്രിലേഷൻ, മൂന്നാമത്തത് പ്രീമെച്വർ ഏട്രിയൽ കൺട്രാക്ഷൻ, നാലാമത്തത് പെറോക്സിസ്മൽ സുപ്രാ വെൻട്രിക്കുലാർ ടെക്കികാർഡിയ. ഒറ്റ വേർഡാണ് പെറോക്സിസ്മൽ സുപ്രാ വെൻട്രിക്കുലാർ ടെക്കികാർഡിയ. ഈ വേർഡുകൾ ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് കിട്ടിയെന്നില്ല. സോ നിങ്ങൾ വാട്സപ്പിൽ നോക്കുക. ഒന്നുകൂടി പറയാം. ഏട്രിയൽ ഫ്ലട്ടർ, ഏട്രിയൽ ഫിബ്രിലേഷൻ, പ്രീമെച്വർ ഏട്രിയൽ കൺട്രാക്ഷൻ, പെറോക്സിസ്മൽ സൂപ്രാ വെൻട്രിക്കുലാർ ടെക്കികാർഡിയ. ക്ലിയർ ആയോ? ക്ലിയർ? ഓക്കെ ദെൻ മൂന്നാമത്തെ ടൈപ്പ് ആണ് പറയുന്നത്. മൂന്നാമത്തെ ടൈപ്പ് റിതം originating in the atrioventricular junction. Rhythm originating in the atrioventricular junction. അതാണ് മൂന്നാമത്തെ ടൈപ്പ്. ഓക്കെ അതിൽ വരുന്ന വേരിയേഷൻസ് ആണ് ഇനി പറയുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ പ്രീമെച്വർ ജംഗ്ഷണൽ കോംപ്ലക്സ്. ഒന്നാമത്തത് പ്രീമെച്വർ
ജംഗ്ഷണൽ കോംപ്ലക്സ്. രണ്ടാമത്തത് ജംഗ്ഷണൽ എസ്കേപ്പ് റിതം. ജംഗ്ഷണൽ എസ്കേപ്പ് റിതം. മൂന്നാമത്തത് ജംഗ്ഷണൽ ടക്കികാർഡിയ. ജംഗ്ഷണൽ ടക്കികാർഡിയ. ഒന്നുകൂടി പറയാം. മൂന്നാമത്തെ ടൈപ്പ് റിതം ഒറിജിനേറ്റിംഗ് ഇൻ ദ ഏട്രിയോവെൻട്രിക്കുലർ ജംഗ്ഷൻ ആണ്. അതിൽ വരുന്ന 3 വേരിയേഷൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തെ വേരിയേഷൻ പ്രീമെച്വർ ജംഗ്ഷണൽ കോംപ്ലക്സ്. രണ്ടാമത്തത് ജംഗ്ഷണൽ എസ്കേപ്പ് റിതം. മൂന്നാമത്തത് ജംഗ്ഷണൽ ടക്കികാർഡിയ. ക്ലിയർ ആയോ? ഓക്കെ. ദെൻ നാലാമത്തെ ടൈപ്പ്. അടുത്ത നാലാമത്തെ ടൈപ്പ് റിതം ഒറിജിനേറ്റിംഗ് ഇൻ വെൻട്രിക്കിൾസ്. റിതം ഒറിജിനേറ്റിംഗ് ഇൻ വെൻട്രിക്കിൾസ്. വെൻട്രിക്കിൾസിൽ നിന്ന് ഉത്ഭവിക്കുന്ന റിതത്തിൽ വരുന്ന വേരിയേഷൻസ് ആണ് ഇനി പറയുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ പ്രീമെച്വർ വെൻട്രിക്കുലാർ കൺട്രാക്ഷൻ. പ്രീമെച്വർ വെൻട്രിക്കുലാർ കൺട്രാക്ഷൻ. സെക്കൻഡ് വൺ വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ. വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ. മൂന്നാമത്തത് വെൻട്രിക്കുലാർ ടക്കികാർഡിയ. ഒന്നുകൂടി പറയാം. നാലാമത്തെ ടൈപ്പ് റിതം ഒറിജിനേറ്റിംഗ് ഇൻ വെൻട്രിക്കിൾസ് ആണ്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ പ്രീമെച്വർ വെൻട്രിക്കുലാർ കൺട്രാക്ഷൻ. സെക്കൻഡ് വൺ വെൻട്രിക്കുലാർ ഫിബ്രിലേഷൻ. തേർഡ് വൺ വെൻട്രിക്കുലാർ ടക്കികാർഡിയ. Is it clear? Okay. ഇത്രയാണ് ടൈപ്സ്. ഓക്കെ. ദെൻ സൈഡ് എഫക്ട്സ്. അടുത്ത ഹെഡിങ് എടുക്കാം. സൈഡ് എഫക്ട്സ് ഓഫ് ആന്റി അറിത്മിക് ഏജന്റ്സ്. അടുത്ത ഹെഡിങ് എടുക്കാം. സൈഡ് എഫക്ട്സ് ഓഫ് ആന്റി അറിത്മിക് ഏജന്റ്സ്. ആന്റി അറിത്മിക് ഏജന്റ്സിന്റെ സൈഡ് എഫക്ട്സ് ആണ് പറയുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ nausea. Second one tiredness. Third one dizziness. Okay, side effects ആണ് nausea ഉണ്ട്, tiredness ഉണ്ട്, then dizziness. Is it clear? Is it clear? Okay. Next contraindications. അടുത്തത് contraindications. Okay, in that first one hypersensitivity. Second one asthma. Hypersensitivity and asthma. Is it clear? Okay. Next mechanism of action. Okay, in that anti-arrhythmic agents act by blocking the membrane sodium, potassium and calcium channels. നിങ്ങോട്ട് പറയാം. ആന്റി അറിത്മിക് ഏജന്റ്സ് ആക്ട് ബൈ ബ്ലോക്കിംഗ് ദ മെംബ്രെയിൻ സോഡിയം പൊട്ടാസ്യം ആൻഡ് കാൽസ്യം ചാനൽസ്. അതായത് ആന്റി അറിത്മിക് ഏജന്റ്സ് ആക്ട് ചെയ്യുന്നത് മെംബ്രെയിൻസിലുള്ള സോഡിയം പൊട്ടാസ്യം ആൻഡ് കാൽസ്യം ചാനൽസിനെ ബ്ലോക്ക് ചെയ്തിട്ടാണ്. അതായത് മെംബ്രെയിൻസിലുള്ള സോഡിയം പൊട്ടാസ്യം ആൻഡ് കാൽസ്യം ചാനൽസിനെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ആന്റി അറിത്മിക് ഏജന്റ്സ് ആക്ട് ചെയ്യുന്നത്. എന്നോട് പറയാം. ആന്റി അറിത്മിക് ഏജന്റ്സ് ആക്ട് ബൈ ബ്ലോക്കിംഗ് ദ മെംബ്രെയിൻ സോഡിയം പൊട്ടാസ്യം ആൻഡ് കാൽസ്യം ചാനൽസ്. മെംബ്രെയിൻസിലുള്ള സോഡിയം പൊട്ടാസ്യം ആൻഡ് കാൽസ്യം ചാനൽസിനെ ബ്ലോക്ക് ചെയ്തിട്ടാണ് ആന്റി അറിത്മിക് ഏജന്റ്സ് ആക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത്. Is it clear? Okay. Next heading കൊടുക്കുക. ക്ലാസിഫിക്കേഷൻ ഓഫ് ആന്റി അറിത്മിക് ഡ്രഗ്സ്. ആന്റി അറിത്മിക് ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് അടുത്ത് പറയുന്നത്. നേരത്തെ പറഞ്ഞ ടൈപ്സ് ആന്റി അറിത്മിയന്റെ ഡിസീസ് ആണ്. അറിത്മിയ എന്ന് പറഞ്ഞ ഡിസീസിന്റെ ടൈപ്സ് ആണ് പറയുന്നത്. ഇത് ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ് മെക്കാനിസം ഓഫ് ആക്ഷന് ശേഷം ഞാൻ ക്ലാസിഫിക്കേഷൻ തന്നിരിക്കുന്നത്. ഓക്കെ. ക്ലാസിഫിക്കേഷൻ ഓഫ് ആന്റി അറിത്മിക് ഡ്രഗ്സ്. Okay, anti arrhythmic drugs ന്റെ ക്ലാസിഫിക്കേഷൻസ് ആണ് പറയുന്നത്. ഇൻ ദാറ്റ് ഫസ്റ്റ് വൺ ഒന്ന് നമ്പർ കൊടുക്കുക. ക്ലാസ് 1 എന്ന് കൊടുക്കുക. ഒന്നാമത്തെ ക്ലാസിഫിക്കേഷന്റെ ക്ലാസ് 1 ബ്രാക്കറ്റിൽ സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ്.
ഒന്നാമത്തത് ക്ലാസ് 1 എന്ന് പറഞ്ഞ ഗ്രൂപ്പാണ്, അതായത് സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ്. ബ്രാക്കറ്റിൽ സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ്. ക്ലാസ് 1 സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ്. ഓക്കെ, അതാണ് ഒന്നാമത്തെ ടൈപ്പ്. അതിൽ വരുന്ന ഡ്രഗ്സ് ആണ് ഇനി പറയുന്നത്. ഓക്കെ, ക്വിനിഡിൻ, then procainamide, then disopyramide. ഇങ്ങനെ 3 ഡ്രഗ്, ക്വിനിഡിൻ, പ്രോക്കൈനമൈഡ്, ഡൈസോപിരമൈഡ്. അതാണ് ക്ലാസ് 1 സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ്. ക്ലാസ് 1 ബ്രാക്കറ്റിൽ സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ്. അതാണ് ഒന്നാമത്തെ ടൈപ്പ്. കിട്ടിയോ? ഓക്കെ, then രണ്ടാമത്തത് ക്ലാസ് 2 ബ്രാക്കറ്റിൽ ബീറ്റ അഡ്രിനോ റിസപ്റ്റർ ബ്ലോക്കേഴ്സ്. ക്ലാസ് 2 ബ്രാക്കറ്റിൽ ബീറ്റ അഡ്രിനോ റിസപ്റ്റർ ബ്ലോക്കേഴ്സ്. ഓക്കെ, ഇനി അതിൽ വരുന്ന ഡ്രഗ്സ് ആണ് പറയുന്നത്. എസ്മറോൾ, മെറ്റോപ്രലോൾ, പ്രോപ്രനോൾ. അങ്ങനെ 3 ഡ്രഗ് ആണ് ക്ലാസ് 2 ബീറ്റ അഡ്രിനോ റിസപ്റ്റർ ബ്ലോക്കേഴ്സിൽ വരുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, then മൂന്നാമത്തേത് തേർഡ് വൺ ക്ലാസ് 3 ബ്രാക്കറ്റിൽ പൊട്ടാസ്യം ചാനൽ ബ്ലോക്കേഴ്സ്. ക്ലാസ് 3 ബ്രാക്കറ്റിൽ പൊട്ടാസ്യം ചാനൽ ബ്ലോക്കേഴ്സ്. ഓക്കെ, അതിൽ വരുന്ന ഡ്രഗ്സ് സോറ്റലോൾ, അമ്യൂഡറോൺ, ബ്രെറ്റീലിയം. 3 ഡ്രഗാണ് വരുന്നത്. സോറ്റലോൾ, അമ്യൂഡറോൺ, ബ്രെറ്റീലിയം. അങ്ങനെ 3 ഡ്രഗാണ് വരുന്നത് ക്ലാസ് 3 പൊട്ടാസ്യം ചാനൽ ബ്ലോക്കേഴ്സിൽ. സോറ്റലോൾ, അമ്യൂഡറോൺ, ബ്രെറ്റീലിയം. ക്ലിയർ ആയോ? Is it clear? Okay. Then നാലാമത്തത് ഫോർത്ത് വൺ ക്ലാസ് 4 ബ്രാക്കറ്റിൽ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ്. ക്ലാസ് 4 ബ്രാക്കറ്റിൽ കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ്. ഓക്കെ, അതിൽ വരുന്ന ഡ്രഗ്സ് വെറപ്പമിൽ ആൻഡ് ഡിൽഷിയസം. സ്പെല്ലിംഗ് വാട്സപ്പിൽ നിന്ന് എഴുതിയെടുക്കാം. ഓക്കെ, ക്ലാസ് 4 കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണ്. ഡ്രഗ്സ് വെറപ്പമിൽ ആൻഡ് ഡിൽഷിയസം. ക്ലിയർ? നാലാമത്തെ ക്ലാസ് 4 കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ് ആണ്. വെറപ്പമിൽ, ഒരു ഡ്രഗ് വെറപ്പമിൽ, then ഡിൽഷിയസം. ക്ലിയർ ആയോ? ഓക്കെ, then ഫിഫ്ത്ത് വൺ മിസല്ലേനിയസ് ആണ്. മിസല്ലേനിയസിൽ വരുന്നത് അഞ്ചാമത്തത് മിസല്ലേനിയസ് എന്ന് കൊടുക്കാം. 4 വരെ ക്ലാസ് 4 വരെ വരുന്നുണ്ട്. അഞ്ചാമത്തത് മിസല്ലേനിയസ് ആണ്, മീൻസ് അതേഴ്സ്. ഓക്കെ, അതേഴ്സിൽ വരുന്നത് മിസല്ലേനിയസിൽ വരുന്നത് ഡ്രഗ്സ് ഡൈഗോക്സിൻ, അട്രോപ്പിൻ, അഡിനോസിൻ. ഡൈഗോസിൻ, അട്രോപ്പിൻ, അഡിനോസിൻ. ഇതാണ് മിസല്ലേനിയസിൽ വരുന്നത് അല്ലെങ്കിൽ അതേഴ്സിൽ വരുന്നത്. അങ്ങനെ 5 ക്ലാസിഫിക്കേഷൻ ആണ് ഉള്ളത്. ഒന്നാമത്തത് ക്ലാസ് 1 സോഡിയം ചാനൽ ബ്ലോക്കേഴ്സ്, രണ്ടാമത്തത് ക്ലാസ് 2 ബീറ്റ അഡ്രിനോ റിസപ്റ്റർ ബ്ലോക്കേഴ്സ്, തേർഡ് വൺ ക്ലാസ് 3 പൊട്ടാസ്യം ചാനൽ ബ്ലോക്കേഴ്സ്, ഫോർത്ത് വൺ ക്ലാസ് 4 കാൽസ്യം ചാനൽ ബ്ലോക്കേഴ്സ്, then ഫിഫ്ത്ത് വൺ മിസല്ലേനിയസ്. ക്ലിയർ ആയോ? ഇത്രയാണ് ആന്റി അരിത്മിക് ഏജൻസ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. അതുല്യ, ആന്റി അരിത്മിക് ഏജൻസിന്റെ ഡെഫിനിഷൻ പറ. ഓക്കെ, ഗുഡ്. അനുജ, അർത്തിമിയ എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, ഗുഡ്.
Risana, what are the symptoms? Mm. Mm. Okay. Celia, okay, types of dysrhythmiasile രണ്ടെണ്ണം പറ. ആദ്യത്തെ രണ്ട്. Okay, good. Shihana, third and fourth പറ. Okay, good. Shamna, what are the side effects? And contraindication കൂടി പറ. Okay. Sona, mechanism of action. Mechanism of action. Okay. Husna. Okay. ആദ്യത്തെ രണ്ട് ക്ലാസിഫിക്കേഷൻ പറ. Okay. Propranolol. Okay. ഷെമീന. Okay, അടുത്ത മൂന്നെണ്ണം പറ. ഷെമീന. ഷെമീന കേൾക്കുന്നില്ല. അതുല്യ. ഓക്കെ, അടുത്ത മൂന്നെണ്ണം പറ. ഓക്കെ ഓക്കെ, അതിൽ മ്യൂട്ട് ചെയ്യാം. അലീന, കണ്ടിന്യൂ. വിറക്കൊന്നുമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. അതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യുക, മൺഡേ വരുമ്പോൾ, മൺഡേ നിങ്ങൾക്ക് ഒരു വർക്ക് ഉണ്ട്. അതായത് മൺഡേ വരുമ്പോൾ നിങ്ങൾ ഈ ഡ്രഗ്സിന്റെ ക്ലാസിഫിക്കേഷൻ പഠിച്ചിട്ട് വരാം. ഓക്കെ, മീൻസ് നിങ്ങളുടെ പ്രൊണൗൺസിയേഷൻ നോക്കാൻ വേണ്ടിയിട്ടാണ് ഡ്രഗ്സ് പഠിച്ചിട്ട് വരാം. ഇതിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ആന്റി അർത്തമിക് ഡ്രഗ്സ് ഞാൻ ചോദിക്കുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ പ്രൊണൗൺസിയേഷൻ നോക്കണ്ടേ? ഓക്കെ, അതുകൊണ്ട് തിങ്കളാഴ്ച വരുമ്പോൾ എല്ലാവരും പഠിച്ചിട്ട് വരാം. ഡ്രഗ്സ്, അതായത് ഈ ക്ലാസിഫിക്കേഷൻ മാത്രം പഠിച്ചാൽ മതി. ഡ്രഗ്സ് ചോദിക്കാൻ വേണ്ടിയാണ്. ഓക്കെ, ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞിരിക്കുകയാണ്. താങ്ക് യു.